ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. ഇപ്പൊ നമ്മുടെ കട്ടപ്പ ആദില അക്ബർ ഖാന് മുന്നിൽ കരഞ്ഞു നിരോളിച്ചല്ലെന്നുണ്ടെങ്കിൽ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതെ, അക്ബർ ഖാന്റെ ആ പാവകൾ അടിച്ചു മാറ്റിയത് ആദിലയാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ആര്യനോട് അതിനു മുമ്പ് പോയി ഇതേപ്പറ്റി സംസാരിച്ച് നൈസായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് അക്ബർ ഖാന്റെ മുന്നിലേക്ക് ഇവരെത്തുന്നതും കാര്യങ്ങൾ തുറന്നു പറയുന്നതും. ശരിക്കും ഇവരെന്ത് ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് കാണുന്നവരെ സംബന്ധിച്ച് മനസ്സിലാവും. ഇവർ മാറിയിരുന്ന് വേറൊരു രീതിയിൽ സംസാരിക്കുകയും ആദിലയും നൂറയാണ് കേട്ടോ പിന്നീന്ന് കുത്താൻ മിടുക്കരാണ് എന്ന് നമുക്ക് എവിഡന്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. കൂടെ നിന്ന് ചതിക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും ഇതോടുകൂടി സ്ഥിരീകരിക്കാം. നമ്മുടെ ഷാനവാസിന്റെ കാര്യത്തിൽ ഇവർ കൂടെ നിന്ന് ചതിക്കുന്നത് നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്. വലിയ ഇക്കയാണ്, ഉപ്പാന്റെ സാധനമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ മാറിയിരുന്ന് ഒരു നെഗറ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാലോ ഇവർ മറുകണ്ഠം ചാടി തിരിഞ്ഞു നിന്ന് കുത്തും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പൊ ഷാനവാസും പയ്യ ഒരു അകൽച്ച കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരാളെ തേടി അല്ലെ മറ്റൊരു സൗഹൃദ വലയത്തിലേക്ക് അല്ലെ മറ്റൊരു കൂട്ടത്തിലേക്ക് കൂടാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അക്ബർ ഖാന്റെ കേസിൽ ഇനി ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ ഒരു പണി കിട്ടുമോ, അവർ ചെയ്തത് തെറ്റായി തോന്നിയോ? കാരണം അക്ബർ ഖാനൊക്കെ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാസ്കിൽ ഇവർ അടിച്ചുകൊണ്ട് പോയി. അത് നേരിട്ട് ഇവർ തമ്മിൽ ഒരു ഡീലിങ്സ് ഉണ്ടായിരുന്നു. പരസ്പരം മോഷ്ടിക്കില്ല എടുക്കില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആദില പോയി ആ എടുത്തത് വളരെ തെറ്റായി പോയി എന്നുള്ള ഒരു തോന്നലൊക്കെ ആദിലയ്ക്കും ഉണ്ട്. പിന്നീടുള്ള സമയങ്ങളിൽ ആദിലയ്ക്കും തോന്നിയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ വീക്കെൻഡിൽ വന്ന് ലാലേട്ടൻ ഇനി മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കുക എന്നുള്ള ഒരു സംശയം കൊണ്ടായിരിക്കണം അക്ബർ ഖാനെ പോയിട്ട് സോപ്പിട്ട് അതൊരു ഈഗോയുടെ പുറത്തുണ്ടായതാണ്, ഹട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായതാണ്, അക്ബർ ഖാൻ ടാസ്കിനിടയിൽ പുറകെ വന്നിന്ന് ഉന്തിയത് കൊണ്ടും തള്ളിയത് കൊണ്ടും ഒക്കെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ച് ഇവരെ നൈസായിട്ട് സോപ്പിട്ട് അക്ബർ ഖാനോട് തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അക്ബർ ഇക്ക എന്നൊക്കെ വിളിച്ച് പുതിയൊരു സോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഷാനവാസ് ഇക്ക മാറി ഷാനവാസും, അക്ബർ ഖാനെ അക്ബർ മാറി അക്ബർ ഇക്കയുമായിട്ടുണ്ട്. എന്തായാലും നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അക്ബറിന് ഇവര് ആദിലെ നൂറേയും കൂടെ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാകൃതി നെഗറ്റീവ് ആകാനുള്ള സാധ്യതകളുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിലവിൽ ആ ഒരു ഇഷ്യൂ അക്ബർ ഖാന്റെ ആ ഒരു പാവ അടിച്ചു മാറ്റി എന്ന ഒരു ഇഷ്യൂസ് അവർ പറഞ്ഞ് ഒതുക്കി തീർത്തിട്ടുണ്ട്. അതും ഒരു ചതിയുടെ ഭാഗം തന്നെയാണ്. അവര് അക്ബർ ഖാൻ വേറൊരു രീതിയിൽ ഇവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു അറ്റാക്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഇവർ ഒഴിവാക്കി വിട്ടതാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇവരുടെ ചതിയുടെ രീതികൾ ഏതൊക്കെ രീതിയിലാണെന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിലൊക്കെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ യഥാർത്ഥ സ്വഭാവം തികച്ചും ടോക്സിക് ആയിട്ട് പല സമയങ്ങളിൽ നമ്മൾ കണ്ടുവന്നതാണ്. നിവിന പുറത്താകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകുമെന്നൊക്കെ പറഞ്ഞ സമയത്താണ് ശരിക്കും ഇവരുടെ സ്വഭാവം പുറത്തേക്ക് ഒരു ടോക്സിക് ക്യാരക്ടർ പുറത്ത് കണ്ടു തുടങ്ങിയത്. പിന്നീട് പിന്നെയും ഇവരെല്ലാവരെയും നൈസായിട്ട് ഒരു എന്താ പറയുന്നത് ചിരിച്ച് കളിച്ച് നിന്ന് നൈസായിട്ട് സോപ്പിട്ട് സൂപ്പിച്ച് ഒരു എന്താ പറയുന്നത് ഷുഗർ കോട്ടിങ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് എല്ലാവരെയും ഒരു ന്യൂട്രൽ ആയിട്ട് നിന്ന് ഗെയിം കളിച്ച് മുന്നോട്ട് പോരുന്ന ആദിലെ നൂറേനെ കണ്ടത് അവസരം കിട്ടിയ അവർ പിന്നീന്ന് കുത്തും. അത് നമ്മൾ പല അവസരങ്ങളിലായിട്ട് കാണുകയും ചെയ്തു. അപ്പം മുന്നോട്ടും ഇത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുക. ആര്യനും അക്ബറും ഇവരുടെ ആ ഒരു പിന്നീന്ന് കുത്ത് ചതിക്കുള്ളിൽ പോയി വീഴാതിരുന്നാൽ അവർക്ക് കൊള്ളാം. അല്ലെ തന്നെ ഓൾറെഡി അവർക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവും കാര്യങ്ങളും ഉണ്ട്. അതിനിടയിൽ ഇവർ കൂടി ചേർന്ന് ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്താണെങ്കിലും ഷാനവാസ് ഒരു പരിധി വരെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അനുമോളും ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് വലിയൊരു ഗ്യാപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അത് അടുത്ത ദിവസം തന്നെ ശരിയാകുമെന്ന് കരുതുന്നു. അനുമോൾക്ക് ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം കൂടെ നിന്ന് നല്ല രീതിയിൽ ചതിക്കുന്ന രണ്ട് ടീമുകളാണ് ആദിലയും നൂറയും. സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.